ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർണായകമായ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. MLA-മാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ചർച്ച നടത്തിയ AICC നിരീക്ഷകർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് നൽകിയത്. നടപടിക്രമങ്ങൾ പാലിച്ച് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നും തീരുമാനം വൈകില്ല എന്നും ഇരുവരും പ്രതികരിച്ചു. And today we have come back and we have submitted our report to the leadership, to the Congress President, and I think nothing could have happened in a quicker manner. So whatever days, whatever hours we had, we have fully utilized that, and we have submitted our report to the Congress President. After that, we had held one-to-one discussions with individual MLAs, and whatever they have said, we noted it down. It is not only the name, many people had many things to say. We have noted it down and we have submitted it to the... I have seen that report. That is incorrect. It is not based on facts. I am stating clearly. That is not the actual paper? Yes, that is not the actual paper. Okay. ഡി ധനസുമോദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. സുമോദ്, ഇനിയിപ്പോൾ കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. പക്ഷെ അതിനിടയിൽ വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. ഇന്നിപ്പോൾ നിരീക്ഷകരുടെ കൈവശമുണ്ടായിരുന്ന MLA-മാർ ആർക്ക് ഒപ്പം നിന്നു എന്ന് പറയുന്ന കടലാസ്, ആ രേഖ ഇന്ന് ഫോട്ടോ അച്ചടിച്ചു വന്ന വിവാദവും നിൽക്കുകയാണല്ലോ. ഇനിയിപ്പോൾ എപ്പോഴേക്ക് തീരുമാനമുണ്ടാകും? MLA-മാരുടെ പിന്തുണ മാത്രമാണോ മാനദണ്ഡം? അതിനപ്പുറത്തേക്ക് ജനവികാരം എന്നുള്ള കാര്യം ഹൈക്കമാൻഡ് മാനദണ്ഡമായി എടുക്കുമോ? മഹേഷ് പോലൂർ ചോദിച്ച ഒരു അവസാനത്തെ ചോദ്യത്തിന് ഇപ്പോൾ മുകുൾ വാസനിക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് ആ പത്രത്തിൽ വന്നൊരു ഫോട്ടോ അത് ഒരു യാഥാർത്ഥ്യമല്ല, വസ്തുതാപരമായി ശരിയല്ല എന്ന് പറഞ്ഞ ആ ഫോട്ടോ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇപ്പോൾ മുകുൾ വാസനിക്ക് ചെയ്തിരിക്കുന്നത്. കാര്യം അദ്ദേഹം കയ്യിൽ പിടിച്ചിരുന്ന പേപ്പറിൽ നിന്നാണ് ആ ഫോട്ടോ എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് വ്യാപകമായി ആ ഫോട്ടോയിൽ നമ്പറുകൾ കൂടുതലുണ്ടായിരുന്നത് KC എന്ന് എഴുതിയതായിരുന്നു. അതായത് KC വേണുഗോപാലിന് വ്യാപകമായി പിന്തുണ വർദ്ധിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ആ തരത്തിലുള്ള ഒരു ചിത്രം, അദ്ദേഹത്തിന്റെ കടലാസ് അദ്ദേഹം പിടിച്ചിരുന്നത് എന്നുള്ള ഒരു പരാതിയും ഇപ്പോൾ ഈ നിരീക്ഷകർക്കെതിരെ തന്നെ ഉണ്ടായിട്ടുണ്ട്. നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞു. അവരുടെ ഹൈക്കമാൻഡ് ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ഡ്യൂട്ടി അവിടെ കേരളത്തിലെത്തിയതിനു ശേഷം MLA-മാരും ഘടകകക്ഷി നേതാക്കന്മാരോടും പ്രധാനപ്പെട്ട നേതാക്കന്മാരോടും ചോദിച്ച് സഭാകക്ഷി നേതാവ് കോൺഗ്രസിന്റെ ആരായിരിക്കണം, അതായത് മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ അതിന് വേണ്ട ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരം കൃത്യമായി നൽകുക എന്നുള്ളതായിരുന്നു. ആ റിപ്പോർട്ട് അവർക്ക് നൽകിയിട്ടുണ്ട്. ഇനി നിരീക്ഷകർ നൽകിയിട്ടെങ്കിൽ പോലും ഇനിയൊരു അവിടുത്തെ നിരീക്ഷകർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സ്ഥിതിഗതികൾ വളരെ ശാന്തമാണ് എന്ന് കരുതരുത്. സാധാരണ ഇത്രയും വലിയ മഹാവിജയം ഉണ്ടാക്കി കഴിയുമ്പോൾ വലിയ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ്. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോൾ രണ്ട് ചേരിയായി തന്നെ പ്രതിഷേധ പ്രകടനങ്ങളും വി.ഡി. സതീശൻ അനുകൂല പ്രകടനങ്ങളും അവിടെ കേരളത്തിൽ നടക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി നിരീക്ഷകർ വെച്ചിട്ടുണ്ട്. നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസനിക്കും പോയതിനു ശേഷം ഈ വിഷയം വീണ്ടും ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മല്ലികാർജുന ഖാർഗെയും പ്രത്യേകം യോഗം ചേർന്നിരുന്നു. അവരും ഈ തരത്തിൽ എത്രയും വേഗം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്ന കാര്യത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു 48 മണിക്കൂറിനുള്ളിൽ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറിയാൻ കഴിയും. അതിന് ഈ റിപ്പോർട്ടിന് ശേഷം ഇനി പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ കേരളത്തിലാണ്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനുമാണ്. അവരെ ഇവിടെ ഡൽഹിയിൽ ചർച്ച ചെയ്യുകയും സമവായം ഉണ്ടാക്കുകയും ഒരാളെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോൾ മറ്റു രണ്ടുപേർക്കും ഒരു തരത്തിലുള്ള ഒരു നഷ്ടവും സംഭവിക്കാത്ത തരത്തിൽ ഒരു പാക്കേജ് തയ്യാറാക്കേണ്ടതുണ്ട്. അത് മന്ത്രിസഭയിലാണെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി പദം എന്നുള്ള തരത്തിലുള്ള ഒരു പാക്കേജുകളാണ് പ്രധാനമായും ചർച്ച ചെയ്ത് കേൾക്കുന്നത്. ആ തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങുന്നത് ഇന്ന് വൈകിട്ടായിരിക്കും. അതിനുവേണ്ടി ഇന്ന് വൈകിട്ടോടുകൂടി വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയെയും ഡൽഹിക്ക് എത്താനുള്ള ഒരു ഫോൺ കോൾ ഇവിടെ നിന്ന് പോകും, തിരുവനന്തപുരത്തേക്ക് പോകും. അതിനുശേഷം അവർ നാളെ ഡൽഹിയിലെത്തിയ ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അന്തിമമായി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
ശരി, ഡി ധൻസുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാളെ ഡൽഹിയിൽ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടന്നേക്കും. ഒരു പക്ഷേ നാളെ വൈകിട്ടോടെ അന്തിമ തീരുമാനമുണ്ടായേക്കും. മറ്റന്നാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.